ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരുന്നത് ഞങ്ങളുടെ വീട്ടിലുണ്ടാക്കുന്ന ഹെയർ ഓയിലാണ്. ഈ ഹെയർ ഓയിൽ ഉണ്ടാക്കാനായിട്ട് 10 ഐറ്റം ചേർത്തിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. ഈ ഹെയർ ഓയിൽ യൂസ് ചെയ്തതിന് ശേഷം മുടി ഒഴിച്ചിലൊക്കെ കുറവുണ്ട്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മൾ ഈ ഹെയർ ഓയിൽ ഉണ്ടാക്കാൻ എടുത്തേക്കുന്ന 10 ഐറ്റത്തിൽ ഒരു ഐറ്റം മാത്രമേ ഉള്ളൂ പുറത്തുനിന്ന് വാങ്ങിച്ചത്. ബാക്കിയെല്ലാം നമ്മുടെ വീട്ടിലെ പറമ്പിൽ നിന്ന് തന്നെ പിച്ച് ചെയ്താണ്. ഈ സാധനങ്ങളൊക്കെയാണ് നമ്മൾ ഹെയർ ഓയിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അതിൽ നെല്ലിക്ക മാത്രമേ ഉള്ളൂ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചത്. പിന്നെ എണ്ണ മില്ലിലാട്ടിയ എണ്ണയാണ്. കടയിൽ നിന്ന് വാങ്ങിക്കുന്ന എണ്ണയെക്കാട്ടി നല്ലത് മില്ലിലാട്ടിയ എണ്ണയാണ്. പിന്നെ നെല്ലിക്ക കടയിൽ നിന്ന് മേടിച്ചതാണ്. ഇത് കയ്യൂന്നിയാണ്. പിന്നെ നമ്മൾ എടുത്തേക്കുന്നത് പൂവാങ്കുറിഞ്ഞിയാണ്. ഇത് നമ്മൾ കുറച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നെക്സ്റ്റ് എടുത്തേക്കുന്ന ഐറ്റം കീഴാർ നെല്ലിയാണ്. അപ്പോൾ ഇതിൻ്റെ അടിവശത്ത് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ നെല്ലി പോലെ ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ കുറച്ച് മൈലാഞ്ചിയുടെ ഇല എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നീലാമരിയാണ്. കറ്റാർവാഴ എടുത്തിട്ടുണ്ട്. പിന്നെ തുളസി കുറച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അടുത്തായിട്ട് നമ്മൾ എടുത്തേക്കുന്നത് കറിവേപ്പിലയാണ്. പിന്നെ പനിക്കൂർക്ക എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്ര ഐറ്റംസാണ് നമ്മൾ വെളിച്ചെണ്ണ കാച്ചാൻ വേണ്ടി എടുത്തേക്കുന്നത്. ആകെ നെല്ലിക്ക മാത്രമേ ഉള്ളൂ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയത്. ബാക്കിയെല്ലാം നമ്മുടെ വീട്ടിലെ പറമ്പിൽ നിന്ന് തന്നെ എടുത്തതാണ്. നമ്മൾ ആദ്യമേ ഇതേപോലെ ഇങ്ങനെ കുറച്ച് ചെറിയ പീസുകളാക്കണം. എല്ലാം ഇങ്ങനെ കുഞ്ഞു പീസാക്കിയിട്ട് അരച്ചെടുക്കണം. കുറച്ച് വെള്ളം മാത്രമേ ഒഴിക്കാവൂ. നല്ലൊരു പേസ്റ്റ് രൂപത്തിൽ എത്തിയതിന് ശേഷം നമ്മളത് അരിപ്പ യൂസ് ചെയ്തിട്ട് ഇങ്ങനെ അരിച്ചെടുക്കുക. നമുക്കതിൻ്റെ ജ്യൂസ് മാത്രം മതി. ബാക്കി ഇത്രയും നമ്മളത് പിഴിഞ്ഞെടുത്ത് കളയണം. നമ്മൾ വീണ്ടും വെള്ളം ഒഴിക്കുമ്പോൾ ഒട്ടും കൂടാതിരിക്കണം. കാരണം എണ്ണ കാച്ചുമ്പോൾ അല്ലെങ്കിൽ ഒരുപാട് വെള്ളമായിപ്പോൾ അത്രയും നേരം നമ്മൾ അതിങ്ങനെ വറ്റിക്കേണ്ടി വരും. ഇതേപോലെ നമ്മൾ പിഴിഞ്ഞെടുക്കാം. ഇത് മുഴുവൻ നമ്മൾ ഇതേപോലെ പിഴിഞ്ഞ് സത്തിങ്ങനെ എടുക്കണം. അതിന് ശേഷം നമ്മൾ ഇത് എണ്ണയിൽ ചേർത്തിട്ട് കാച്ചിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത്രയും നീരാണ് എനിക്ക് കിട്ടിയത്. 1 ലിറ്റർ എണ്ണയാണ് നമ്മളിപ്പോൾ എടുക്കുന്നത്. അതിനാണ് ഇത്രയും നീര്. അപ്പോൾ നമ്മളിത് കാച്ചാനായിട്ട് ആദ്യമേ നമ്മളൊരു ചീനച്ചട്ടി എടുക്കുക. അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇവിടെ ഞാൻ 1 ലിറ്റർ എണ്ണയാണ് എടുത്തേക്കുന്നത്. അതിന് ശേഷം നമ്മളിപ്പോൾ എടുത്തേക്കുന്ന ആ ഒരു നീരല്ലേ എല്ലാത്തിൻ്റെയും കൂടെ മിക്സ്ചർ, അപ്പോൾ അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. നമ്മൾ ഈ കൂട്ടരച്ചെടുക്കാൻ നേരം ചേർത്ത വെള്ളമെല്ലാം വറ്റിപ്പോകണം. അത്രയും നേരം നമ്മൾ ഇതേപോലെ നല്ലതുപോലെ തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം. നമ്മൾ ഏകദേശം അരമണിക്കൂറിൽ കൂടുതൽ ഇളക്കിയിട്ടാണ് ഇതേപോലെ വെള്ളമെല്ലാം വറ്റി കിട്ടിയത്. എനിക്ക് എണ്ണ വെച്ച് തന്നത് അമ്മയാണ്. ഞാൻ എൻ്റെ അടുത്ത് നിന്ന് വീഡിയോ എടുക്കുമായിരുന്നു. എണ്ണ നല്ലതുപോലെ തിളച്ച് വന്നതിന് ശേഷം അതിൻ്റെ പതയെല്ലാം മാറും. അപ്പോഴത്തേക്ക് വെള്ളമെല്ലാം വറ്റിയെന്ന് നമുക്ക് മനസ്സിലാവും. അതിനുശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. നമ്മളിത് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക, അല്ലെങ്കിൽ ഇത് അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി നമുക്കിത് ആറിയിട്ട് കുപ്പിയിലൊഴിച്ച് മാറ്റാവുന്നതാണ്. ഒരു 12 മണിക്കൂർ നേരമൊക്കെ നമുക്കിതിങ്ങനെ വെച്ചേക്കാം. അപ്പോൾ അതിൻ്റെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് അടിയിൽ അടിഞ്ഞോളും. നമുക്കിനി ഇത് അരിപ്പയൊക്കെ ഉപയോഗിച്ചിട്ട് കുപ്പിയിലേക്ക് മാറ്റി ഒഴിക്കാൻ പോവുകയാണ്. ഇതേപോലെ അരിച്ചിട്ട് വേണം നമ്മൾ കുപ്പിയിലേക്ക് ആക്കാൻ. കാരണം ഒരുപാട് നാൾ നമുക്കിത് സൂക്ഷിച്ച് വെക്കേണ്ടതുകൊണ്ട്. നമ്മളിത് അരിച്ച് വേണം കുപ്പിയിലേക്ക് ഒഴിക്കാനായിട്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ സാധനങ്ങളുണ്ടെങ്കിൽ തന്നെയും അരിപ്പയിലിങ്ങനെ തടഞ്ഞ് നിർത്തും. ഞാനിപ്പോൾ അരിച്ചത് വലിയ ഉപ്പിലാണ് ഒഴിക്കുന്നതെങ്കിലും ഉപയോഗിക്കുന്നത് ചെറിയ ഉപ്പിലേക്ക് കുറച്ച് മാറ്റിയിട്ടാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അഥവാ അങ്ങാനും എണ്ണ കനച്ച് പോവുകയാണെങ്കിൽ മൊത്തത്തിൽ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ചെറിയ കുപ്പിയിലേക്ക് ഞാൻ ഒഴിച്ചതിന് ശേഷമാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ആഴ്ചയിൽ 3 തവണയാണ് ഞാൻ എണ്ണ തേച്ച് കുളിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. എങ്കിലും പുതിയ വീഡിയോസ് ഇടുമ്പോഴത്തേക്ക് നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. ബൈ.